ഇന്ന് വൈകുന്നേരം എനിക്ക് കുറച്ച് കാക്കപ്പൂച്ചെടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത് തന്നെ പഴയ കാക്കപ്പൂച്ചെടിയുടെ വിത്ത്, കുഞ്ഞു വിത്താണ് ഇതിൻ്റെ. അപ്പോൾ അത് വീണ് മഴയൊക്കെ പെയ്ത് പിന്നെ ഇത് കിളിച്ച് പൂക്കളൊക്കെ ആയപ്പം ഞാൻ വിചാരിച്ച് ഇതൊന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ നിരത്തി വെച്ച് കൊടുക്കാൻ കുറച്ച് ചെടിയുള്ളൂ, ഈ 2 എണ്ണം വെച്ചാണ് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ. അന്നേരം 3 സൈസ് കളർ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് 2 സൈസിലെ കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഒന്ന് നീലയും ഒന്ന് വെള്ളയും റോസും കൂടെ കലർന്നൊരു ചെടിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ നിരത്തി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ ഞാൻ കുപ്പിയിൽ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുപ്പിയിൽ ഞാൻ വെച്ച് കൊടുത്ത സമയത്ത് നല്ല രീതിയിൽ പൂക്കളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല നിരത്തിയായിരുന്നു ഞാനത് വെച്ച് കൊടുത്തത്. അപ്പോൾ നിരത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് കൂട്ടത്തിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഈ പൂ നിൽക്കുന്ന കാണാൻ കൊച്ചു പൂക്കൾ നല്ല ഭംഗിയിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് തീർന്നു കഴിഞ്ഞ് ഇതിൻ്റെ വിത്തുകൾ കുഞ്ഞു വിത്തുകളാകുമ്പോൾ ഇവിടെയെല്ലാം പൊട്ടി വീണ് അത് ശരിക്കും നമുക്ക് വിത്തുകൾ പൊട്ടിക്കിളിച്ച് നമുക്ക് തൈകൾ ഉൽപ്പാദിക്കാം. അപ്പോൾ പിന്നെ ഇതിന് ഞാൻ കുറച്ച് മണ്ണെല്ലാം ഉണ്ടായിരുന്നു, അത് ഇളക്കി നമ്മൾ നടാനെടുത്ത ഭാഗത്തെ മണ്ണെല്ലാം കൂടെ വാരി ഞാൻ സൈഡിലത്തെ ചെടിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മണ്ടഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ശിഖരങ്ങളുണ്ടായി അതിനകത്ത് നിറയെ പൂക്കളുണ്ടാകും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. നല്ലോണം നിൽക്കുന്ന പൂവിനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വിഷമം തോന്നിയാലും അടുത്ത നല്ല പൂക്കൾ പിന്നെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കതിന് വലിയ വിഷമം തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെടി ഞാൻ കഴിഞ്ഞ ദിവസം ബൂബിയ ചെടി നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മണ്ടഭാഗം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനെയെല്ലാം നമുക്ക് വൈകുന്നേരം സമയമായതുകൊണ്ട് നമുക്ക് ഇവർക്കെല്ലാം ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കണം. അപ്പം ഞാൻ ഇപ്പം നട്ട ചെടിക്കെല്ലാം കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയ കാക്കപ്പൂ നമ്മുടെ മുറ്റത്ത് നല്ല പൂക്കളുണ്ടാവാൻ വേണ്ടിയാണ് നമ്മളൊന്ന് നട്ടു കൊടുക്കുന്നതിന് നല്ലതായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.